പ്രിയ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീ സമൂഹ നന്മയുടെ വെളിച്ചം എന്ന വിഷയവുമായി നമുക്ക് അല്പം കാര്യങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. സ്ത്രീ ശക്തിയെക്കുറിച്ചും സമൂഹ നന്മയിലുള്ള അവരുടെ പങ്കിനെക്കുറിച്ചും ലോകം ചർച്ച ചെയ്യുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതിനുള്ള വ്യക്തമായ മാർഗരേഖ നൽകിയ മതമാണ് നമ്മുടെ ഇസ്ലാം. സമൂഹ നന്മയുടെയും കുടുംബ ഭദ്രതയുടെയും നട്ടെല്ലാണ് സ്ത്രീ എന്ന അടിസ്ഥാന കാഴ്ചപ്പാടാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും മഹത്തായ ഇസ്ലാമിക ചരിത്രവും ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇസ്ലാമിലെ സ്ത്രീയുടെ സ്ഥാനം ആരംഭിക്കുന്നത് സൃഷ്ടിപരമായ തുല്യതയിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യരെ, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ എന്ന്. സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിൻ്റെ ഭാഗമാണ്. ഇവിടെ ലിംഗത്തിൻ്റെ പേരിൽ വിവേചനമില്ല. അതുപോലെ കർമ്മഫലത്തിലും ഇസ്ലാം തുല്യത ഉറപ്പാക്കി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻ-നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് ആര് സൽക്കർമ്മം ചെയ്താലും അവർക്ക് നാം നല്ലൊരു ജീവിതം നൽകുന്നതാണ് എന്ന്. അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരാളുടെ സ്ഥാനം നിർണയിക്കുന്നത് അവൻ്റെ ലിംഗമല്ല, മറിച്ച് അവൻ്റെ ധർമ്മനിഷ്ഠയും സൽക്കർമ്മങ്ങളുമാണ് എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് നൽകിയ പദവി സമാനതകളില്ലാത്തതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്: സ്വർഗം മാതാക്കളുടെ കാൽ കീഴിലാകുന്നു. മാത്രമല്ല, ഏറ്റവും നല്ല സഹവാസം ലഭിക്കാൻ അർഹതപ്പെട്ടത് ആർക്കാണെന്ന ചോദ്യത്തിന് ശിഷ്യനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ പറഞ്ഞത് നിന്റെ മാതാവിനാണ് എന്നാണ്. ഈ ഹദീസുകൾ മാതാവെന്ന നിലയിൽ സ്ത്രീകൾക്ക് സമൂഹം നൽകേണ്ട ഉന്നതമായ ആദരവിനെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. കൂടാതെ വിദ്യാഭ്യാസം നേടാൻ സ്ത്രീക്കും പുരുഷനും തുല്യമായ ബാധ്യതയുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിജ്ഞാനം തേടൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഈ പ്രോത്സാഹനമാണ് ആദ്യകാല മുസ്ലിം വനിതകളെ പണ്ഡിതരും വിജ്ഞാനദാതാക്കളുമാക്കിയത്. സമൂഹ നിർമ്മിതിയിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് ചരിത്രത്തിൽ മായാതെ കിടക്കുന്നുണ്ട്. പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ദിവ്യ വെളിപ്പാട് ലഭിച്ചപ്പോൾ ആശ്വാസം നൽകുകയും ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനായി തൻ്റെ സമ്പത്ത് മുഴുവൻ വിനിയോഗിക്കുകയും ചെയ്ത ശക്തമായ കച്ചവടക്കാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്നു നമ്മുടെ മാതാവ്. പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ മാതാവ്. ഹദീസ്, കർമ്മശാസ്ത്രം, വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പാണ്ഡിത്യം നേടി. പണ്ഡിതന്മാർക്ക് പോലും മതപരമായ സംശയങ്ങൾക്ക് ഉത്തരം തേടി ഈ മാതാവിനെ സമീപിച്ചിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സന്ധി സംഭാഷണങ്ങളിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉചിതമായ രാഷ്ട്രീയ ഉപദേശം നൽകിയിരുന്നു ഇവർ. ഹുദൈബിയ സന്ധി സമയത്ത് അനുയായികളുടെ ആശയക്കുഴപ്പം മാറ്റാൻ ഇവരുടെ അഭിപ്രായം നിർണായകമായി. ഈ ചരിത്രം തെളിയിക്കുന്നത് സ്ത്രീകളുടെ പങ്ക് വീടിനുള്ളിൽ ഒതുങ്ങുന്നില്ല. അത് സാമ്പത്തിക, സാമൂഹ്യ, വിജ്ഞാന, രാഷ്ട്രീയ മേഖലകളിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നു എന്നതാണ്. പ്രിയരെ, സ്ത്രീയെ മാതാവ്, ഭാര്യ, മകൾ, സഹോദരി എന്നീ നിലകളിൽ ആദരിക്കുന്നതോടൊപ്പം അവൾക്ക് സമൂഹത്തിൽ സജീവമായ പങ്കുവഹിക്കാൻ ഇസ്ലാം പൂർണ്ണമായ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഈ കാഴ്ചപ്പാണ് സ്ത്രീയെ കേവലം ഒരു പൗര എന്നതിലുപരി സമൂഹ നന്മയുടെ ചാലകശക്തിയായി വാഴ്ത്തുന്നത്. ഇസ്ലാമിക ദർശനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ വെളിച്ചം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.